ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങ് വന്നിട്ട് ഞങ്ങളുടെ ഒരു നയം നടപ്പിലാക്കാൻ വേണ്ടി വെച്ചതല്ല ഹേമ കമ്മിറ്റി. ഒന്നാമത്തത്, ഇതിനകത്ത് കേരളത്തിൽ ഒരു നടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ബലാത്സംഗ കൊട്ടേഷൻ, അതുമായി ബന്ധപ്പെട്ട് WCCയുടെ രൂപീകരണവും അവർ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഗതികെട്ട് അന്ന് നിയോഗിച്ച ഒരു ഹേമ കമ്മിറ്റിയാണ് ഇന്നിപ്പോ അതിന്റെ റിപ്പോർട്ട്. അത് 4.5 വർഷക്കാലം സർക്കാർ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. 4.5 വർഷക്കാലം കഴിഞ്ഞ് പുറത്തുവിട്ടപ്പോഴോ അതിനകത്തെ പ്രധാനപ്പെട്ട കുറെ പേജുകൾ ഈ സാംസ്കാരിക വകുപ്പ് അങ്ങ് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ കളവ് പറഞ്ഞില്ലേ ഈ സംസ്ഥാനത്ത്? എന്താ പറഞ്ഞത്? ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ് ഇതൊന്നും പുറത്തു വിടരുത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്സ് അനുസരിച്ച് മാത്രമേ ഇതിനകത്ത് പുറത്തു വിടാവൂ എന്നുള്ളതിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്തതൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്തോരം ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ദിവസം അനുഭവിച്ചത്. കാരണം ഇന്നലെ പറഞ്ഞത് എന്താ? ലോകം കണ്ട ഏറ്റവും വലിയ കലാകാരൻ, ആ കലാകാരനെതിരെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇന്നിപ്പോ പറയുകയാണ് ഇന്ന് എനിക്ക് മക്കൾ 3 പേര് 3 പെൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കുടുംബത്തെ കൂടി വലിച്ചഴക്കുന്ന രീതിയിൽ പോയത്. ഞങ്ങൾ പറയുന്നു രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും ഒക്കെ രാജി അത് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ രാജി അനിവാര്യമാണ് ഈ കേരളത്തിൽ ഈ വിഷയത്തില്. ഇത് പറഞ്ഞു വരുമ്പോ ഇത് അരുൺ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമയാണ്. ജസ്റ്റിസ് ഹേമയുടെ മുന്നിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത മൊഴി, ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് നേരെ DGPക്ക് സർക്കാരിന് കൈമാറിയ പോലെ ആ FIS ആയിട്ട് അത് തന്നെ ആ മൊഴി അവരുടെ ആ റിപ്പോർട്ട് തന്നെ FIS ആയിട്ട് കണക്കാക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? DGP അത് നേരെ സ്റ്റേഷൻ ഹൌസ് ഓഫീസേഴ്സിന് SHOമാർക്ക് കൊടുക്കണം. കൺസേൺഡ് ആയിട്ടുള്ള അവര് പോയി അഡീഷണൽ മൊഴി വേണമെങ്കിൽ അവർ അഡീഷണൽ മൊഴിയെടുക്കണം. അഡീഷണൽ മൊഴിയെടുക്കുകയും സാക്ഷികളുടെ മൊഴിയെടുക്കുകയും ചെയ്യേണ്ടത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ ഉത്തരവാദിത്തമാണ്. അതിന് പകരമായിട്ട് പുതിയ ഒരു കമ്മീഷനിങ് വെച്ചിട്ട് ഇനിയും 4.5 കൊല്ലം 5 കൊല്ലം വെച്ച് പരമാവധി അങ്ങ് കാലതാമസം ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഈ ഒരു ഗ്രാവിറ്റി കുറയ്ക്കാനും ഇത് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇപ്പൊ നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ. ഇതിനകത്ത് ഒരുപാട് പേരുടെ ഇത് ആരുടെ ഇതിന്റെ ഇടയ്ക്കൊക്കെ എന്തോ പ്രിജി പറയുന്നത് ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. ഇത് ആരാണെന്ന് നോക്കുന്നത് എന്തിനാ? ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇവിടെ പ്രശ്നമല്ല. ആരേത് കൊടി പിടിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഇത് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളുടെ നിലപാടാണ്. ഇത് കോൺഗ്രസിന്റെ നിലപാടും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ സർക്കാരിന്റെ നിലപാടുമല്ല ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നു ആരുമാവട്ടെ, കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാവട്ടെ, കോൺഗ്രസിന് വേണ്ടി വാദം പറയുന്നവരാവട്ടെ, ആർക്കെതിരെയാണെങ്കിലും ഇതിനകത്ത് കൃത്യമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ മുകേഷിനെ പോലെ ഒരു MLA പറയുക ഓർമ്മയില്ലാന്ന് പറയുക, അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കേരളത്തിന്റെ നിയമസഭയിൽ ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയിരിക്കുന്നയാൾ പറയുക എനിക്ക് ഓർമ്മയില്ല. അത് പരിശോധിക്കണം. CPMന്റെ സെക്രട്ടറി പറഞ്ഞതിനെ ന്യായീകരിക്കുന്നത് കേട്ടല്ലോ. അദ്ദേഹം എന്ന് പറഞ്ഞത് എന്താ? തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളുടെ നിലപാട്, തീവ്ര വലതുപക്ഷത്തിന് അടിത്തറയുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഭ്യാസമായിട്ടാണ് അദ്ദേഹം 2 ദിവസം നടക്കുന്ന ചർച്ചകളെ അദ്ദേഹം കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഒരു കാരണവശാലും 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പൊതുസമൂഹം അനുവദിക്കുന്നതിന് തർക്കം വേണ്ട. ഇവിടെ ഇതിനകത്ത് പറയുമ്പോൾ ഇപ്പൊ പ്രജിയെ പോലുള്ളവർക്ക് ഇതിന്ന് വന്ന് പറഞ്ഞേ പറ്റൂ. രഞ്ജിത്തിന്റെ രാജി കൊണ്ടോ സിദ്ദീഖിന്റെ രാജി കൊണ്ടോ അല്ല. ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മൊഴി അത് രണ്ടും രണ്ടായിട്ട് കാണണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നേരെ സത്യസന്ധത ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇത് DGPക്ക് കൊടുക്കൂ. അത് FIS ആയിട്ട് അതിനെ കണക്കാക്കട്ടെ. അതിനകത്ത് ആ മൊഴി അതിനകത്ത് വീണ്ടുമുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ ഓഫീസർമാർ നോക്കട്ടെ. അതിന് പകരമായിട്ട് 7 പേര് ഇതിനകത്ത് പറഞ്ഞാലേ ഈ സർക്കാർ ചെയ്യൂ. കോടതിയുടെ ഉത്തരവിന് ഞാൻ അതാ പറഞ്ഞ അതിന്റെ കൂടെ ഒരു വരിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഭീഷണിയാണ് അരുണേ, അത് ഭീഷണിയാണ്. നിങ്ങൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ ഇത് ആരാണ് നോക്കണ്ടേ? 7 പോലീസുകാരുടെ 7 സംഘത്തിന്റെ മുന്നിൽ പോയി വീണ്ടും ഇവര് പറയണോ? ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പോയി അവർ പറഞ്ഞതല്ലേ? ഇനിയും വീണ്ടും അവരെ കൊണ്ട് പറയിപ്പിച്ച് ഇവരെ വീണ്ടും വേട്ടയാടുന്ന സർക്കാർ സ്ത്രീപക്ഷത്ത് നിലകൊള്ളുന്നില്ല. എവിടെ പോയി ശൈലജ ടീച്ചർ? എവിടെ പോയി CPMന്റെ നേതാക്കന്മാര്? എവിടെ പോയി വനിതാ നേതാക്കന്മാർ? ആരും കാണുന്നില്ലല്ലോ. ഒന്ന് അഭിപ്രായം പറഞ്ഞ ഇക്കാര്യത്തില് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രിക്ക് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി തിരുവനന്തപുരത്തെ റോഡിൽ കൂടി നടന്നിട്ട് കേരളം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒന്നാമതാണ്. കേരളത്തിൽ ഇതാ സ്ത്രീകൾ പാതിരാത്രി നടന്നു പോകുന്നു. ഇതാണ് ഇവിടുത്തെ സ്ത്രീ സുരക്ഷ. ഇവിടെ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നേരിട്ട് കേസെടുക്കുക എന്നുള്ളതാണ്. ശരി. Debate with
with Arun Kumar.